സന്തോഷി നമസ്തേ. നമസ്തേ നമസ്തേ. സന്തോഷി, ഇന്ന് നമ്മുടെ കേരളം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി, കേരളത്തിലെ ജനങ്ങൾ മുഴുവനും, അത് ഏത് അഭിപ്രായത്തിൽപ്പെട്ടവരാണെങ്കിലും, ഇന്നത്തെ സംസാര ഭാഷയെ പറഞ്ഞാൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും, അതല്ല ഏത് ജാതി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും, നമ്മൾ പണ്ട് മുതലേ അറിവിന്റെ വേദങ്ങൾ എന്നൊക്കെ പറയുന്ന ആ സംഭവത്തിലൂടെ വന്നു കഴിയുമ്പോൾ ചാതുർവർണ്ണ്യം എന്ന ആ പദം, അത് നമ്മുടെ മനുഷ്യരെ വളരെ എല്ലാ അർത്ഥത്തിലും, മാനസികമായിട്ടും ശാരീരികമായിട്ടും മറ്റ് പ്രതലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മുഴുവനും ഇന്ന് വേർതിരിക്കപ്പെട്ട് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു വളരെ മോശമായ കാലഘട്ടത്തിലാണ് ഇന്ന് കേരളം കടന്നു പോകുന്നത്. ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് തോന്നുന്നത്. അപ്പൊ ചാതുർവർണ്ണ്യം എന്താണെന്ന് അങ്ങ് എന്തായാലും ഈ പ്രണവവേദയിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പ്രണവേദയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ചാതുർവർണ്ണ്യം വലിയൊരു മാറ്റർ ആണെങ്കിലും പെട്ടെന്നൊരു ആൻസർ ചുരുക്കത്തിൽ തരാൻ പറ്റില്ല എന്നറിയാം. എന്നാൽ പോലും അങ്ങ് ഈ കേരളത്തിലെ ജനങ്ങളോട് പ്രണവേദയിൽ ഉദ്ദേശിക്കുന്ന പ്രണവേദയിലുള്ള ആ ചാതുർവർണ്ണ്യം എന്താണ് ചാതുർവർണ്ണ്യം, എന്തിലാണ് വിശ്വസിക്കേണ്ടത്, അങ്ങ് ഒന്ന് ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞു തന്ന ഉപകാരമായിരുന്നു. തീർച്ചയായിട്ടും ഇതെല്ലാ ജനങ്ങളും അറിയണം. എന്താണ് ചാതുർവർണ്ണ്യം? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് പറയുന്നത് എന്താണ്? ഇത്രയും വലിയ അവിവേകം, മാനവരാശിയെ 4 പകുത്ത് പിന്നെ അത് 16 പകുക്കുന്ന ഈ ചാതുർവർണ്ണ്യം എന്താണ്? ഇതിന് ശാസ്ത്രത്തിന്റെ പിൻബലമുണ്ടോ? ഇത് അന്ധവിശ്വാസമാണോ, അനാചാരമാണോ? അങ്ങും പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാവും ഈ ചാതുർവർണ്ണ്യ ജാതി വ്യവസ്ഥയുടെ നീറുന്ന തിക്താനുഭവം. ഉണ്ടായിട്ടുണ്ടാവണം, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും എന്നാണോ നമുക്ക് അറിവ് പറഞ്ഞാൽ അന്ന് മുതൽ കാണുന്നുണ്ട്. അതെ, ചാതുർവർണ്ണ്യത്തിൽ താഴ്ന്ന അവസ്ഥയിലുള്ളതായതുകൊണ്ടാണ് നമ്മൾക്ക് അത് അനുഭവിക്കേണ്ടി വന്നത്. അങ്ങക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഈ വർണ്ണത്തിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ അത് താഴ്ന്നില്ല, എല്ലാവരും അതിന്റെ അനുഭവിക്കുന്നുണ്ട് മോശമായി. അതെ. അപ്പോ ഇപ്പോൾ ഇത് അനുഭവിക്കുന്ന ചാതുർവർണ്ണ്യ വ്യവസ്ഥയുടെ ഏറ്റവും കൂടുതൽ ഇരകള് അതിന്റെ ബ്രാഹ്മണ്യം വഹിക്കുന്നവരാണ്. അവരെയാണ് ലോകം ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും ഏറ്റവും കൂടുതൽ ജാതിപരമായിട്ട് ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ബ്രാഹ്മണ്യത്തെ ഇപ്പോ. അപ്പോ എന്താണ് ഈ ചാതുർവർണ്ണ്യം എന്നറിയണ്ടേ? സമസ്ത പ്രതലത്തിലും ഈ ചാതുർവർണ്ണ്യത്തിന്റെ ജീർണിച്ച ജാതി വ്യവസ്ഥയിൽ നമ്മൾ നട്ടം തിരിഞ്ഞു നിൽക്കുക. അത്രയും കൊടിയ പാപമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാതുർവർണ്ണ്യ വ്യവസ്ഥിതി. അപ്പൊ ഇതിന്റെ സത്യമായിട്ടുള്ള പരമാർത്ഥത്തെയാണ് പറയാൻ പോകുന്നത്. ഇത് കേരളത്തിലെ ജനത തീർച്ചയായിട്ടും ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് എന്താണ് ഈ ചാതുർവർണ്ണ്യം എന്നുള്ള പരമസത്യം അറിയണം. ഇപ്പൊ ഞാനത് പറഞ്ഞോട്ടെ അങ്ങയോട്. തീർച്ചയായിട്ടും. അതായത് 5 മെറ്റീരിയൽ കൊണ്ടാണ്, 5 ഭൂതങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് ഏത് നിർമ്മാണ പ്രവർത്തനവും നടത്തുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭൂതം മണ്ണ് എന്ന് പറയുന്ന ഭൂതമാണ്. അതാണ് ഉറച്ച ഈ മണ്ണിലാണ് നമ്മൾ സർവ്വ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നത്. പ്രത്യേകിച്ച് ക്ഷേത്രം പോലെയുള്ള, അല്ലെങ്കിൽ ഗ്രഹങ്ങൾ പോലെ, കൊട്ടാരങ്ങൾ പോലെ, രാജകൊട്ടാരങ്ങൾ പോലെ, അങ്ങനെയുള്ള എല്ലാവിധ ഇപ്പൊ പട്ടണങ്ങൾ നിർമ്മിക്കുന്നതിനുമെല്ലാം ഭൂമി നമ്മൾ ഖണ്ഡ നിരൂപണം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ക്ഷേത്രത്തിൽ ഖണ്ഡ നിരൂപണം ചെയ്യുമ്പോൾ നമ്മള് അഷ്ടദിക്പാലകരെ വെച്ചിട്ട് ഭൂമിയെ ഖണ്ഡ നിരൂപണം ചെയ്തിട്ടാണ് നമ്മൾ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. അപ്പൊ വാസ്തുപുരുഷൻ എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭൂമിയെ, ആ വസ്തുവിനെ 8 ദിക്കിലെ 8 പാലകരെ വെച്ച് ആണ് നമ്മൾ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. അതിനകത്ത് 4 ഭൂതങ്ങളാണ്, ചതുഷ്ക കോണിൽ ചതുഷ്ക ഭൂതങ്ങൾ, 4 ദിക്കിലെ 4 ഉപദ്രവ്യ ശക്തികൾ. ഒരു ക്ഷേത്രഭൂമിയാണെന്ന് സങ്കല്പിക്കുക. ഈ ചാതുർവർണ്ണ്യം ഉപയോഗിക്കുന്നത് ഈ ഭൂമിയെ ഖണ്ഡ നിരൂപണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് ഈ ചാതുർവർണ്ണ്യം വരുന്നത്. അപ്പോ ആ ചാതുർവർണ്ണത്തില് വടക്ക് കിഴക്ക് കോണില് മണ്ണ് എന്ന് പറയുന്ന ഭൂതമാണ്. അത് ശിവനാണ്, ഈശാന കോണാണ്. ഈശ്വരൻ ശിവനാകുന്നു, ഈ ഭൂമി തന്നെയാകുന്നു. ആ ഭൂമിയുടെ ദിക്കാണ് ഈശാന കോണ്, വടക്ക് കിഴക്ക് കോണ്. ഇനി തെക്ക് കിഴക്കേ കോണ്, അത് അഗ്നികോണാണ്. നമ്മൾ പഠിക്കുമ്പോഴാണ് കിഴക്ക് സൂര്യൻ ഉദിക്കുന്നതെന്ന് പറയുമ്പോഴും തെക്ക് കിഴക്ക് കോണിലാണ് സൂര്യൻ ഉദിക്കുന്നത്. അപ്പോ അഗ്നികോണ് എന്ന് പറയുന്നത്
ഈ കിഴക്ക് തെക്ക് കോണാണ്. ഇനി തെക്ക് പടിഞ്ഞാറ് കോണിലാണ് ആകാശം, കന്നിക്കോണ്, നിരുതി കോണെന്ന് പറയും. അപ്പോൾ നിരുതിയുടെ പീഠമാണ് കന്നിക്കോൺ എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറ് കോണ്. അത് ആകാശമാണ്. ഇനി വടക്ക് പടിഞ്ഞാറേ കോണ് വായുകോണാണ്. അപ്പൊ 4 കോണില് 4 ഭൂതങ്ങളായി. 5 ഭൂതങ്ങളില് ഒരു ഭൂതം അതിനകത്തില്ല. അങ്ങ് ശ്രദ്ധിച്ചോ? ജലം അതിനകത്തില്ല. ജലം ജീവനാണ്. അത് പാർവതിയാണ്. പർവ്വതത്താൽ വന്നെത്തുന്ന പാർവതിയാണ്. ആ ശ്രീ പാർവതിയാണ്. അത് ഈ ശൈവശക്തിയുടെ വാമഭാഗമായിരിക്കുന്ന ജലമാണ്. ആ ജലമാണ് ഇവിടെ ജീവനായി ജനിക്കുന്നത്. നമ്മളെല്ലാം ജലത്തിന്റെ മായ മാത്രമാകുന്നു. അപ്പൊ 4 കോണിൽ 4 ഭൂതങ്ങളാണ് നിൽക്കുന്നത്. ഈ 4 കോണിലും നിൽക്കുന്ന ഭൂതങ്ങൾ കൂടാതെ 5ാമത്തെ ഭൂതത്തിന്റെ പ്രദക്ഷിണമാണ് ജീവിതം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വീതി എന്ന് പറയുന്നത് ഈ 5ാമത്തെ ഭൂതമായിരിക്കുന്ന ജലത്തിന്റെ പ്രദക്ഷിണമാണ്. ജലത്തെ അയനം ചെയ്യിപ്പിക്കലാണ്, ജീവനെ അയനം ചെയ്യിപ്പിക്കലാണ് 5ാമത്തെ ഭൂതമായിരിക്കുന്ന ജലം. ആ അയനം ചെയ്യുന്നതിന് കാരണമായിട്ട് 4 ഉപദ്രവ്യ ശക്തികളും കൂടി വരുന്നുണ്ട്. കിഴക്ക് സത്വഗുണമുള്ള വായുവിനെ പ്രതിനിധീകരിച്ച് ഇന്ദ്രൻ. അത് ഇന്ദ്രൻ കിഴക്കിരിക്കാൻ കാരണം മണ്ണും അഗ്നിക്കും ഇടയ്ക്ക് ജനിക്കുന്ന വൈഭവമാണ് ഈ ഇന്ദ്രൻ. തെക്ക് അഗ്നിക്കും ആകാശത്തിനും ജനനകാരണ ശക്തിയാണ് അഗ്നി, മരണകാരണ ശക്തിയാണ് ആകാശം. അതിനിടയ്ക്കിരിക്കുന്ന വൈഭവമാണ് സമയം, യമൻ എന്ന് പറയുന്ന പീഠം. ആകാശത്തിനും വായുവിനും ഇടയ്ക്ക് പടിഞ്ഞാറ് വരുണ പീഠം. ശുദ്ധജലത്തിന്റെ സമുദ്രദേവനാണ് വരുണൻ. ആ വരുണ പീഠമാണ് പടിഞ്ഞാറ്. വടക്ക് കുബേരപീഠമാണ്. അപ്പൊ ആകാശത്തിനും വായുവിനും ഇടയ്ക്കാണ് വരുണന്റെ പീഠം, നേരെ പടിഞ്ഞാറ്. വായുവിനും ശിവനും ഇടയ്ക്കാണ്, ഈശാനകോണിനും ഇടയ്ക്കാണ്, വായുകോണിനും ഈശാനകോണിനും ഇടയ്ക്കാണ് കുബേരപീഠം. കുബേരൻ ഹിമവാനാകുന്നു. അപ്പോ ചതുഷ്ക കോണിൽ ചതുഷ്ക ഭൂതങ്ങളെ കൂടാതെ 4 ദിക്കിലും 4 ദിവ്യമായിരിക്കുന്ന ദ്രവ്യശക്തികൾ. ഈ 8 ദിക്കിലും 8 പാലകരാണ് നിൽക്കുന്നത്. അവിടെയാണ് ദിവ്യമായിരിക്കുന്ന ജൈവമായിരിക്കുന്ന ദ്രവ്യം, ആ ജീവൻ പ്രദക്ഷിണം ചെയ്യുന്നത്. ആ പ്രദക്ഷിണം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഷ്ടദിക്കിനെ അഷ്ടബന്ധത്താൽ ബന്ധിച്ചുറപ്പിച്ച് അഷ്ടദിക്പാലകരാൽ പരിപാലിച്ചുകൊണ്ട് ജീവനെ അവിടെ ആവീകരിക്കുന്നത്. കിഴക്ക് ദിക്കിലാണ് ഇന്ദ്രപീഠം. ആ ഇന്ദ്രഗുണമുള്ള വായുവാണ് ഈ ജലത്തെ പ്രദക്ഷിണം ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ക്ഷേത്രത്തിൽ ഇന്ദ്രഗുണമുള്ള സത്വഗുണമുള്ളവരുടെ പ്രദക്ഷിണമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. അപ്പോ ഈ ജലം ഈശാന കോണിൽ, അതായത് വടക്ക് കിഴക്ക് കോണിലേക്ക് എത്തുമ്പോൾ, മണ്ണിലേക്ക് ജലം എത്തുമ്പോൾ മണ്ണിൽ ബ്രഹ്മശക്തി ജനിക്കുന്നു, ജീവൻ ജനിക്കുന്നു, ബ്രാഹ്മണ്യം ജനിക്കുന്നു. മണ്ണും ജലവും കൂടി ചേരുമ്പോൾ അങ്ങ് കണ്ടിട്ടുണ്ടാവും കപില നിറമാണ്, കുരങ്ങന്റെ നിറമാണ്, കപില നിറമാണ്. മണ്ണും ജലവും കൂടി ഒന്നിച്ചു ചേരുമ്പോൾ അതിന് കപില നിറം. വടക്ക് കിഴക്ക് കോണിൽ കപില നിറം, മണ്ണും ജലവും ചേരുമ്പോൾ കപില നിറം. അവിടെ ബ്രഹ്മശക്തി ജനിക്കുന്നു, ബ്രാഹ്മണ്യം ജനിക്കുന്നു. കിഴക്ക് തെക്ക് കോണിൽ എത്തിയാൽ, അഗ്നിയിലേക്ക് ജലം എത്തിയാൽ ജലം വധിക്കപ്പെടും. അപ്പോ അവിടെ ജലത്തിന് ചുവപ്പ് നിറം. ജലം ജീവനാണ്. അഗ്നിയിൽ ആ ജലം പതിച്ചാൽ, ജലം അഗ്നിയിലേക്ക് പതിച്ചാൽ അവിടെ ചുവപ്പ് നിറമാണ്. ജലത്തിന് ചുവപ്പ് നിറം. ക്ഷത്രിയത്താൽ ജലം വധിക്കപ്പെടും. മനസ്സിലാവുന്നുണ്ടല്ലോ അങ്ങേക്ക്? മനസ്സിലാവുന്നുണ്ട്. അപ്പോ കിഴക്ക് തെക്ക് കോണിൽ എത്തുമ്പോൾ ജലം അഗ്നിയുമായി ചേർന്ന് ചുവപ്പ് നിറം. ഇനി തെക്ക് പടിഞ്ഞാറ് കോണിലെത്തിയാൽ ഈ ജലം ആകാശത്തിന്റെ വൈഭവത്താൽ വശീകരിച്ച് ഉയരും, മേലോട്ട് ഉയരും, വശ്യത്താൽ ഉയരും. ജലം ആകാശവുമായി ചേർന്ന് വശ്യത്താൽ ഉയരുമ്പോൾ ആ ജലത്തിന് പീത നിറം, മഞ്ഞ നിറം. തെക്ക് പടിഞ്ഞാറ് കോണിലെത്തി നിരുതി പീഠത്തിലെത്തി വശ്യത്താൽ ഉയരുമ്പോൾ അതിന് പീത നിറം. ആകാശവും ജലവും ചേരുമ്പോൾ പീത നിറം. ഇനി പടിഞ്ഞാറ് വടക്ക് കോണിലെത്തി വായുവുമായിട്ട് ജലം ചേരുമ്പോൾ ആ ജലത്തിന് എന്താ മോഹൻജി കളർ? അതിന് കറുപ്പ് നിറമാണ്.
എന്നുവെച്ചാൽ കാർമേഘത്തിന്റെ നിറം എന്താണ്? കറുപ്പ് നിറമാണ്. വായുവിലേക്ക് ജലം ചേർന്നാൽ കറുപ്പ് നിറമാണ്. അപ്പൊ ചതുഷ്ക കോണിലുള്ള ചതുഷ്കഭൂതങ്ങളാൽ ഈ പ്രദക്ഷിണം ചെയ്യുന്ന അയനം ചെയ്യുന്ന ജലത്തിന് 4 കോണിലുണ്ടാകുന്ന ചാതുർവർണ്ണ്യമാണ് ചാതുർവർണ്ണ്യം. അതായത് മണ്ണുമായി ജലം ചേരുമ്പോൾ കപില നിറം, അഗ്നിയുമായി ജലം ചേരുമ്പോൾ ചുവപ്പ് നിറം, ആകാശവുമായി ജലം ചേരുമ്പോൾ പീതനിറം, വായുവുമായി ജലം ചേരുമ്പോൾ കറുപ്പ് നിറം, കൃഷ്ണവർണ്ണം. ഇതാണ് ചാതുർവർണ്ണ്യത്തിന്റെ കളറ്. അപ്പോ ഈ വായു ചുമന്നുകൊണ്ട് വരുന്ന ആ ജലം, അതായത് ഈ വായുവിന്റെ സാന്ദ്രത കുറച്ച ഈ ഭൂമണ്ഡലത്തെ സൃഷ്ടിക്കുന്നത് കുബേരനാണ്, ഹിമവാനാണ്. ആ ഹിമവാന്റെ സഹായത്താൽ ആ വായു ജലത്തെ ചുവന്നുകൊണ്ട് എവിടെ കൊണ്ടുവരും? ഈശാനകോണിലെ ശിവന്റെ മാറിൽ ആ മണ്ണിലേക്ക് ജലത്തെ ചേർത്ത് വെക്കുമ്പോൾ ശൂദ്ര ഗുണത്താൽ, വായുവിന്റെ ഗുണത്താൽ, ആ കൃഷ്ണവർണ്ണത്താൽ ജലത്തിന് ബ്രാഹ്മണ്യം ജനിക്കുന്നു. മണ്ണും ജലവും കൂടി ചേരുമ്പോൾ അവിടെ ബ്രഹ്മശക്തി, ജ്ഞാനശക്തിയുള്ള ജീവലോകം ജനിക്കുന്നു. അത് അഗ്നിയിലേക്ക് എത്തിയാൽ ജലം വധിക്കപ്പെടുന്നു. ആകാശത്തിലേക്ക് എത്തുമ്പോൾ വശ്യത്താൽ ആ ജലം ഉയരുന്നു, അതിന് പീതനിറം. വായുവിലേക്ക് എത്തും, വീണ്ടും കൃഷ്ണവർണ്ണം, കറുപ്പ് നിറം. ഇങ്ങനെയുള്ള പ്രദക്ഷിണമാണ് ജീവനെ സൃഷ്ടിച്ച് ജീവൻ ജനിച്ച് മരിക്കുന്ന വർണ്ണം, ചാതുർവർണ്ണ്യം. ഈ ചാതുർവർണ്ണ്യം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉപയോഗിക്കേണ്ടതാണ്. കാരണം നമ്മൾ പഞ്ചഭൂതങ്ങളുടെ കണക്ഷൻ എടുത്തിട്ടാണ് ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. ഈശാനകോണ്, അഗ്നികോണ്, കന്നിക്കോണ്, നിരർത്തികോൺ എന്ന് പറയുന്ന കന്നിക്കോണ്, വായുകോണ്. കൂടാതെ ജലത്തെ ജീവനായി കണ്ട് ആ ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഷ്ടദിക്പാലകരെ സങ്കല്പ പീഠം കൽപ്പിച്ച് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നമ്മളുടെ ഭൂമിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് ചാതുർവർണ്ണ്യം. ഇതാണ് ചാതുർവർണ്ണ്യം. ഇത് നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് മാത്രം, ഭൂമിയെ ഖണ്ഡ നിരൂപണം ചെയ്യുമ്പോൾ മാത്രം നമ്മൾ എടുക്കേണ്ട ഒരു ശാസ്ത്രമാണ്. ഈ ശാസ്ത്രത്തിന്റെ ബലത്തിലാണ് ഭാരതഖണ്ഡത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വടക്ക് കിഴക്ക് സംസ്ഥാനത്താണ് ഈശാനകോണ് ഭാരതത്തിന്റെ. പേര് തന്നെ മേഘാലയ എന്നാണല്ലോ. ആസാം മേഘാലയ. അവിടെയാണ് ശിവനും പാർവതിയും ചേർന്നിരിക്കുന്ന, മണ്ണും ജലവും ചേരുന്ന, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന, മേഘം ആലയമായി വന്ന് ശിവനിലേക്ക്, പാർവതി ആലയമായിട്ട് ശിവനിലേക്ക് വന്ന് എത്തുന്ന, ലോകത്തിലെ അത്ഭുതമായിരിക്കുന്ന ആ പീഠം മേഘാലയ. യശോവതി എന്ന് പറയുന്ന പീഠം. കാമാഖ്യ ക്ഷേത്രമാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പാർവതിയുടെ പീഠമാണ്, ശിവന്റെ പീഠമാണ്. മണ്ണും ജലവും ചേർന്നിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ലോകത്തിൽ മഴ പെയ്യുന്ന കാമാഖ്യ ക്ഷേത്രം ഇരിക്കുന്ന ആ പീഠമാണ് ഈശാനകോണിലുള്ളത്. അതാണ് കപില നിറത്തിനുള്ള പീഠം. ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞാൽ ഇത് പ്രകൃതിയായി ബന്ധപ്പെട്ട കാര്യമാണ്. അതെ അതെ. എങ്ങനെയാണ് ഭാരതത്തെ അഷ്ടബന്ധത്താൽ ബന്ധിച്ചുള്ളത്? അതെ. ഇനിയിപ്പോ ആന്ധ്രയിലേക്ക് വന്നാൽ അവിടെയാണ് ഇന്ദ്രപീഠം, അമരാവതിയാണ്. അഗ്നിയുടെ പീഠം ചിദംബരത്താണ്. ചിദംബര രഹസ്യം അഗ്നിയാണ്. ശിവന്റെ കയ്യിലിരിക്കുന്ന അഗ്നിയാണ് ചിദംബര രഹസ്യം. യമപീഠം സംയമനിയിലാണ്, കന്യാകുമാരിയിലാണ്. ത്രിസാഗര സംഗമ പീഠത്തിലാണ് ആ സംയമനി, യമപീഠം. ഇനി എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പറയാൻ പോണത്. ഗുരുവായൂരാണ് വായുവിനെ ഈ ശിവനിലേക്ക്, ഈ ഗുരുവിലേക്ക് ചേർത്ത് വെക്കുന്ന ആ നിരുതിയുടെ പീഠം, കൃഷ്ണാഞ്ജന എന്ന് പറയുന്ന പീഠം, ആകാശപീഠം. ദേവീഭാവത്തിന്റെ ഏറ്റവും ആനന്ദം ജനിപ്പിക്കുന്ന വൈഭവത്തിന്റെ പീഠമാണ് നമ്മുടെ ഗുരുവായൂര്. മഹാരാഷ്ട്രയിലാണ് വരുണപീഠം. ഇനി വായുവിന്റെ പീഠമുണ്ട്, അത് നമ്മുടെ പാകിസ്ഥാൻ ഏരിയയിലാണ് വായുവിന്റെ പീഠം. ഗന്ധവതി എന്നാണ് അതിന്റെ പേര്. കുബേര പീഠമുണ്ട്, അത് ഹിമാലയത്തിലാണ്. ഇങ്ങനെ ഇളാവൃത്തം എന്ന് പറയുന്ന ഹൃദയപീഠമുണ്ട് സെൻട്രൽ. ഇങ്ങനെയുള്ള 8 പീഠങ്ങൾ, ഇളാവൃത്തം കൂടാതെ 8 പീഠങ്ങളിലാണ് ഈ കടലിനെ കടക്കാത്തതാക്കി ഭഗവാൻ കൃഷ്ണൻ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. എങ്ങനെ?
ദിവ്യമായിരിക്കുന്ന ദ്രവ്യ ഇടത്തെ ദ്രാവിഡ ദേശത്തെ സൃഷ്ടിച്ച് ഭൂമിയുടെ ഉപരിതലത്തിൽ ജലത്തെ നിത്യതൃപ്തമാക്കി നിലനിർത്തിക്കൊണ്ട് സമുദ്രത്തിന്റെ ഉയരം ഒരിക്കലും കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അഷ്ടബന്ധത്താൽ അഷ്ടദിക്കിനെ അഷ്ടബുദ്ധി ഗുണങ്ങളാൽ ഭഗവാൻ കൃഷ്ണൻ ബന്ധിച്ചുറപ്പിച്ചിരിക്കുന്ന രീതിയാണിത്. ഇതിനു മുമ്പും ഈ ചാതുർവർണ്ണ്യം ഉണ്ടായിരുന്നു. ത്രേതായുഗം മുതലുള്ളതാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന ഈ ചാതുർവർണ്ണ്യം. അന്നു മുതലേ ഈ ചാതുർവർണ്ണ്യം നമ്മളുടെ ശരീരത്തിലേക്കും, അതായത് ശിരസ് ബ്രഹ്മശക്തിയാണ്, ബ്രാഹ്മണ്യം ശിരസിൽ നിന്ന് ജനിക്കുന്നു എന്ന് വെച്ചാൽ ഇന്ദ്രിയ ഗ്രാമമായിരിക്കുന്ന ഫേസ് ആണ് നമ്മളുടെ ജ്ഞാനത്തിനെല്ലാം കാരണം. നമ്മളുടെ സംരക്ഷണം എന്ന് പറയുന്ന കരങ്ങളാണ്. ഇപ്പൊ ക്ഷത്രിയം കരങ്ങളിലാണ്, വശ്യം തുടകളിലാണ്. നമ്മൾ ഉയരുന്നതിന് കാരണം തുടകളാണ്, വശ്യം തുടകളാണ്, ശൂദ്രം പാദം. ശരീരത്തിലേക്ക് വെക്കുമ്പോൾ പോലും നമുക്ക് ചിലപ്പോ കേട്ടിരിക്കാൻ ഒരു രസം തോന്നാം. പക്ഷെ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ഈ ജനങ്ങളെ വിഭജിക്കുമ്പോൾ, ഈ ചാതുർണ്യം വെച്ച് അളക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് അത് മാറും. ഒരു അർത്ഥവുമില്ലാത്ത അനർത്ഥത്തെ വിതയ്ക്കുന്ന ഒരു വലിയ ഒരു തെറ്റായിട്ട് അത് മാറും. ഇതാണ് സത്യത്തിൽ ചാതുർവർണ്ണ്യം. അന്ധവിശ്വാസത്തിന്റെ അടിമകളായിട്ട് അടിമത്തമായിട്ട് ചിന്തിക്കേണ്ട വിഷയമല്ല ചാതുർവർണ്ണ്യം, അല്ലേ? അല്ലല്ല, ഒരിക്കലും അല്ല. ഭൂമിയെ ഖണ്ഡ നിരൂപണം ചെയ്തിട്ട് എങ്ങനെ ജലത്തെ ഈ മണ്ണിൽ നിത്യതൃപ്തമാക്കി നിലനിർത്താം, ജീവനെ എങ്ങനെ പ്രതിഷ്ഠിച്ചുറപ്പിക്കാം, എങ്ങനെ ഇന്ദ്രഗുണം ഉള്ള ദേശത്തെ ഇന്ദ്രപീഠത്തെ എങ്ങനെ പ്രതിഷ്ഠിക്കാം, സത്വഗുണമുള്ള വായുവിനെ എങ്ങനെ സൃഷ്ടിക്കാം. ഇന്ദ്രഗുണമുള്ള വായുവാണ് ഈ ജീവനെ സൃഷ്ടിക്കുന്നത്. ആ ഇന്ദ്രജാലമാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. അന്ധവിശ്വാസത്തിന്റെ കൂത്തരങ്ങിൽപ്പെട്ട് അലഞ്ഞു നടക്കേണ്ട ജനതയല്ല നമുക്ക് ആവശ്യം. അതെ, ചാതുർവർണ്ണ്യം എന്നത് അന്ധവിശ്വാസത്തിൽ അടിപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതല്ല. ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് സന്തോഷി എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു എന്താണ് ചാതുർവർണ്ണ്യം. അത് ത്രേതായുഗ കാലം മുതലുള്ളതാണ്. നമ്മുടെ ശരീരത്തും പ്രകൃതിയിലും ഒരേപോലെ അത് പരിലസിക്കുന്നതാണ്. തൊഴിലിന്റെ അടിസ്ഥാനത്തിലല്ല ചാതുർവർണ്ണ്യം. അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് ചാതുർവർണ്ണ്യത്തിന്റെ പേരിൽ മനുഷ്യത്വം നഷ്ടപ്പെട്ട ജനത പൂർണ്ണമായും ഇന്ന് ആ ജനത ഈ പ്രണവവേദയിലൂടെ സന്തോഷിയിലൂടെ ചാതുർവർണ്ണ്യം എന്താണെന്ന് അറിയിക്കുകയും ചെയ്യാൻ ബാധ്യതയുണ്ട്. എല്ലാവരും അത് ഈ സന്ദേശം ഷെയർ ചെയ്യണം എന്നുള്ള അപേക്ഷയാണുള്ളത്. തീർച്ചയായിട്ടും ഈ സന്ദേശം ജനങ്ങളിൽ എല്ലാവരിലും എത്തണം. അപ്പോഴാണ് ചാതുർവർണ്ണ്യത്തിന്റെ അർത്ഥത്തിൽ നിന്നും ജനത്തിന് മോക്ഷം കിട്ടുക. തീർച്ചയായിട്ടും.